സമഗ്രമായ ആരോഗ്യ പരിപാലന അന്തരീക്ഷം സുഗമമാക്കുന്നതിനുള്ള നയപരമായ സംരംഭങ്ങളിലാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള ആയുർവേദ ഉച്ചകോടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ടൂറിസത്തിനൊപ്പം ആധുനികവും പരമ്പരാഗതവുമായ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ തമ്മിലുള്ള സമന്വയം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആധുനിക വൈദ്യശാസ്ത്രം, ആയുർവേദം, വിനോദസഞ്ചാരം എന്നിവയിലൂന്നി കേരളത്തെ ലോകത്തെ മികച്ച രോഗശാന്തി ലക്ഷ്യസ്ഥാനമായി മാറ്റുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തണമെന്ന് ആഗോള ആയുർവേദ ഉച്ചകോടിയും കേരള ഹെൽത്ത് കെയർ ടൂറിസവും ആഹ്വാനം ചെയ്തു. ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ വിവിധ സെഷനുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വിദഗ്ധർ മെഡിക്കൽ സയൻസിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും തദ്ദേശീയവും പരമ്പരാഗതവുമായ വിജ്ഞാന സംവിധാനങ്ങളും സംയോജിപ്പിച്ച് ആരോഗ്യ പരിപാലന മാനേജ്മെന്റിൽ സമഗ്രവും സംയോജിതവുമായ സമീപനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. സമഗ്രമായ ആരോഗ്യ പരിപാലന അന്തരീക്ഷം സുഗമമാക്കുന്നതിനുള്ള നയപരമായ സംരംഭങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പരമ്പരാഗത ആയുർവേദ സമ്പ്രദായത്തെ അത്യാധുനിക വൈദ്യശാസ്ത്രവുമായി സമന്വയിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ ശക്തിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ടൂറിസത്തിനൊപ്പം ആധുനികവും പരമ്പരാഗതവുമായ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ തമ്മിലുള്ള സമന്വയം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള CII KPMG റിപ്പോർട്ട് ഉദ്ഘാടന സെഷനിൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ MS വലിയത്താന്റെ സ്മരണാർത്ഥം ഔഷധ മാസികയുടെ പ്രത്യേക പതിപ്പും സെഷനിൽ പ്രകാശനം ചെയ്തു. ആയുഷ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പിന്തുണയോടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് 2 ദിവസത്തെ ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നത്. CII കേരള ചെയർമാൻ വിനോദ് മന്നില, CII ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് ചെയർമാൻ ഡോക്ടർ S ശശികുമാർ, കേരള ആയുർവേദ പാനൽ കൺവീനറും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ, KEF ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഫൈസൽ E കൊട്ടിക്കൊല്ലൻ, CII ദേശീയ കോ ചെയർമാൻ, ആയുഷ് അപ്പോളോ ആയുർവേദ ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ രാജീവ് വാസുദേവൻ, CII സതേൺ റീജിയൻ ചെയർപേഴ്സൺ ഡോക്ടർ R നന്ദിനി, കേരള ഹെൽത്ത് കെയർ പാനൽ കോ കൺവീനറും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ MD ഡോക്ടർ PV ലൂയിസ്, ആയുർവേദ പാനൽ കോ കൺവീനറും വൈദ്യരത്നം ഔഷധശാല എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ യദു നാരായണൻ മൂസ്, CII ഡയറക്ടറും കേരള സ്റ്റേറ്റ് മേധാവിയുമായ ജയകൃഷ്ണൻ എന്നിവരും ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചു. We all know that Dr. Valiyathan was a very renowned cardiologist, originally from Kerala, and he had evolved with the concept of Ayurveda biology. So what he thought that when we talk about research in Ayush, we end up in clinical research, we end up in drug research. There are a lot more to look at mechanistic aspects of Ayurveda intervention. And then he chaired this task force under Department of Science and Technology of Ayurveda Biology, and lot of contribution he has made. 2 ദിവസത്തെ പരിപാടിയിൽ 1000 പ്രതിനിധികളും 2000-ഓളം കാഴ്ചക്കാരും ഉച്ചകോടിയിലെത്തി. 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സെപ്റ്റംബർ 7 മുതൽ ഇറമ്പത്തിയേറ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടന സമയം ഷോറൂമിലെത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ബമ്പർ സമ്മാനമായി ബെഡ്റൂം സെറ്റും. ഇറമ്പത്തിയേറ ഫർണിച്ചർ ഇനി മുതൽ കൂത്താട്ടുകുളത്തും.